എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കൊത്തു പൊറോട്ട ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് പാൻ വെച്ചു, എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച വെല്ലുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ നന്നായിട്ട് വഴറ്റാം. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഗരം മസാല ഒക്കെ ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൊറോട്ട ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് 3 പൊറോട്ടയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്തൊക്കെ വന്നു. ഇനി അതിലേക്ക് ഈ നുറുക്കി വെച്ചിരിക്കുന്ന പൊറോട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ നല്ല അടിപൊളി കൊത്തു പൊറോട്ട ഇവിടെ റെഡിയായി. നല്ല രുചിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ആ ഗ്രേവിയൊക്കെ പൊറോട്ടയിൽ നന്നായിട്ടൊന്ന് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ പൊറോട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും.